പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, റിപ്പോർട്ടർ ടി വി പുറത്തു കൊണ്ടുവന്ന താനൂർ കസ്റ്റഡി കൊലപാതകം. താനൂരിലെ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വിവരം റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നമ്പർ 5. താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. താമിർ ജിഫ്രി കൊല്ലപ്പെട്ട രാത്രിയിലെ താനൂർ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. താമിർ ജിഫ്രിയെയും സംഘത്തെയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതാണ് ആദ്യത്തെ ദൃശ്യത്തിലുള്ളത്. പിന്നീട് ഗുരുതരാവസ്ഥയിലായ താമിർ ജിഫ്രിയെ പോലീസുകാർ ചുമന്ന് പോലീസ് ജീപ്പിൽ കയറ്റുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഗുരുതരാവസ്ഥയിലായിരുന്ന താമിർ ജിഫ്രിയെ കയറ്റിയ ജീപ്പ് സ്റ്റേഷൻ വിടുന്നത് പിന്നെയും 5 മിനിറ്റ് കഴിഞ്ഞാണെന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. പുലർച്ചെ 4:18 താമിർ ജിഫ്രിയെ കയറ്റിയ ജീപ്പ് സ്റ്റേഷൻ വിടുന്നത് 4:23 നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പോലീസ് സ്റ്റേഷനിലേക്ക് താമിർ ജിഫ്രിയെയും സംഘത്തെയും കൊണ്ടുവരുമ്പോൾ നടന്നു വരുന്ന താമിർ ജിഫ്രി പിന്നീട് അത്യാസന്നനായ നിലയിലാണ് പോലീസ് ജീപ്പിലേക്ക് എടുത്ത് കയറ്റപ്പെടുന്നത്. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു അപ്പോഴേക്കും താമിർ ജിഫ്രിയും കൂട്ടരും. പുലർച്ചെ 4:18 ദൃശ്യം, രാവിലെ ഉള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് താങ്ങിയെടുത്തുകൊണ്ട് പോകുന്നത് താമിർ ജിഫ്രിയാണ്. സ്റ്റേഷനുള്ളിലേക്ക് നടന്നു വരുന്നു. സ്റ്റേഷന് പുറത്തേക്ക് പോലീസുകാർ ചേർന്ന് എടുത്തുകൊണ്ടുവരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. നോക്കൂ, സമയം 4:18 രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4:18 ഈ പോലീസ് ജീപ്പിലേക്ക് താമിർ ജിഫ്രിയുടെ ശരീരം കയറ്റുന്നു. ആ സമയത്ത് ഗുരുതരാവസ്ഥയിലായിരുന്നു താമിർ ജിഫ്രി. പക്ഷേ എന്നിട്ടും 5 മിനിറ്റ് നേരം ആ വാഹനം അവിടെ നിന്ന് പുറപ്പെടാതെ വാഹനമുണ്ടായിരുന്നു. വാഹനം പുറപ്പെട്ടതാവട്ടെ നോക്കൂ, ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ജീപ്പ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. നമുക്കിപ്പം മുബഷിർ പി അക്ബറുണ്ട്, ഒപ്പം തന്നെ VS രഞ്ജിത്തുമുണ്ട്. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക്. മുബഷിർ പി അക്ബർ, നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ് താനൂരിലെ കസ്റ്റഡി മർദ്ദനം. വളരെ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിനാണ് അന്ന് ഈ താമിർ ജിഫ്രി ഇരയായിരുന്നത്. ആ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങൾ, തെളിവുകളെല്ലാം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി അന്വേഷണം ഒരു ഘട്ടം വരെ എത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ ആവശ്യപ്പെട്ട ഈ CCTV ദൃശ്യങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് പോലീസ് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ പുറത്തുവിട്ട വിവരങ്ങളും കൃഷ്ണലാൽ നമ്മളോട് വെളിപ്പെടുത്തിയതും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നല്ലേ തെളിയുന്നത്? അതെ അരുൺകുമാർ, സംസ്ഥാനത്തെ IPS ലോബി മുഴുവനായി പ്രവർത്തിച്ചുകൊണ്ട് വായിച്ചു കളയാൻ ശ്രമിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ സംഭവം നടന്നിട്ട്, താനൂർ കസ്റ്റഡി കൊലപാതകം നടന്നിട്ട് 3 വർഷം തികയുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി കഴിഞ്ഞ കുറേ കാലമായി ഈ പോലീസ് സ്റ്റേഷനിൽ അന്ന് സംഭവിച്ചതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ തുടർച്ചയായിട്ട് പരാതികൾ നൽകിയിരുന്നു, അപേക്ഷകൾ നൽകിയിരുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. ആരിൽ നിന്നും ഒരു മറുപടി ലഭിച്ചിരുന്നില്ല, ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അന്വേഷണം നടത്തിയ CBIയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ താമിർ ജിഫ്രിയുടെ സഹോദരനായുള്ള ഹാരിസ് ജിഫ്രിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടും വീഴ്ച സംഭവിച്ചു എന്ന് അടിവരയിടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ലഹരി കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ ചേളാരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും അന്നത്തെ SP സുജിത് ദാസിന്റെ ഡാൻസ് ഓഫ് സംഘം താമിർ ജിഫ്രി അടങ്ങുന്ന യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരുടെ പക്കൽ ലഹരി പദാർത്ഥങ്ങളുണ്ട്, MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ടെന്ന് പോലീസ് പറയുന്നു. താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അന്ന് തന്നെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടതായിരുന്നു. പക്ഷേ കേസ് അട്ടിമറിക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നതായിരുന്നു. ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നു. കൊലക്കുറ്റം ചുമത്തുന്നു. ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ പ്രതിയായിട്ട് മാറുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ പ്രതിയായിട്ട് വരുന്ന ഒരു ഘട്ടം വരുന്നു. നിയമസഭയിൽ ഉൾപ്പെടെ വിഷയം ഉന്നയിക്കുന്നു. അങ്ങനെ CBI കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. CBIയുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ വളരെ ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. കുടുംബം പറയുന്നതനുസരിച്ച് കുടുംബത്തിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. പക്ഷേ ഒരു ഘട്ടത്തിൽ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു CBIയുടെ അന്വേഷണവും അവസാനിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് കുറ്റം ചുമത്തിയ ഡാൻസ് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റവിമുക്തരാകുകയും സർവീസിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ച ഉൾപ്പെടെ കണ്ടിരുന്നു. അതിനിടയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന SI കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തലും റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തലിന് അടിവരയിടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ CCTV ദൃശ്യങ്ങൾ എന്ന് പറയേണ്ടി വരും. ഡോക്ടർ അരുൺകുമാർ, താമിർ ജിഫ്രി അടങ്ങുന്ന യുവാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോയതിനു ശേഷം അവശനായി കയ്യിൽ എടുത്തുകൊണ്ടുപോകുന്ന താമിർ ജിഫ്രിയുടെ ദൃശ്യങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതാണ് അതിക്രൂരമായിട്ടുള്ള പോലീസിന്റെ
പീഡന മുറകൾ തന്നെയായിരുന്നു യുവാവിന്റെ മരണത്തിലേക്ക് നയിച്ചത്. കേവലം മരണമല്ല, മറിച്ച് ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന കണ്ടെത്തൽ തന്നെയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിൽ പോലീസിന്റെ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന്, മർദ്ദനത്തിന് യുവാവ് ഇരയായി എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ. ഒരു ഘട്ടത്തിൽ യുവാവിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിയർത്ത് കുളിച്ച് യുവാവിനെ കയ്യിലെടുത്ത് കൊണ്ടുപോയി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ളിൽ വെച്ച് CCTV ദൃശ്യങ്ങൾ പതിയാത്ത മേഖലയിൽ വെച്ചാണ് താമർ ജിഫ്രി അടങ്ങുന്ന യുവാക്കളെ മർദ്ദിച്ചത് എന്നുള്ളത് ആ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം പോലീസിന്റെ ഇടിമുറി എന്നറിയപ്പെടുന്ന താനൂരിലെ പോലീസിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് മർദ്ദിച്ചതായിട്ടും വിവരം റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അതൊക്കെ തന്നെ കൃത്യമാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുടുംബത്തിൻ്റെത് CBI അന്വേഷണം ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പുനരന്വേഷണം വേണം. മറ്റൊരു ദേശീയ അന്വേഷണ ഏജൻസി ഇത് അന്വേഷിക്കണം. കേസുമായി ബന്ധപ്പെട്ട് ബെന്നി ഉൾപ്പെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ആ ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. പുനരന്വേഷണത്തിന് പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും. വിശേഷം കഴിഞ്ഞ കാലത്തെ പ്രതിപക്ഷത്തായിരുന്ന UDF ഇതിനുവേണ്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. മുസ്ലിം ലീഗായിരുന്നു ഇക്കാര്യത്തിൽ കേസ് ഉൾപ്പെടെ നടത്തിയിരുന്നത്. ഭരണകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് തയ്യാറാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.